നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു സ്മാർട്ട് ഫോണിലോ കമ്പ്യൂട്ടറിലോ ആയിരിക്കാം. എന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ക്യാമറയും മൈക്രോഫോണും മറ്റാരോ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലോ ഇത് വെറും ഒരു ഭീതിയല്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭരണകൂടം രഹസ്യമായി നടപ്പിലാക്കിയ സർവൈലൻസ് പദ്ധതിയായിരുന്നു. ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയാൻ സ്വന്തം ജീവിതം പണയം വെച്ച ഒരു മനുഷ്യനുണ്ട്, എഡ്വേർഡ് സ്നോഡൻ. 2000കളുടെ തുടക്കം. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളായ CIA-യിലും NSA-യിലും ഒരു IT വിസ്മയമായി സ്നോഡൻ വളർന്നു. അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ കൈകാര്യം ചെയ്യാൻ അനുമതിയുള്ള ചുരുക്കം ചിലരിൽ ഒരാൾ. എന്നാൽ അവിടുത്തെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ അയാൾ കണ്ടത് ഭീതിജനകമായ ചില ദൃശ്യങ്ങളായിരുന്നു. പ്രൈസ്, എക്സ് സ്കോർ തുടങ്ങിയ പ്രോഗ്രാമുകളിലൂടെ ലോകത്തിലെ ഏതു പൗരന്റെയും സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. സുരക്ഷ എന്ന ലേബലിൽ നടക്കുന്നത് പച്ചയായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് സ്നോഡൻ മനസ്സിലാക്കി. 2013 മെയ്. ഒരു സാധാരണ അവധി ദിവസത്തിന് പകരം സ്നോഡൻ തിരഞ്ഞെടുത്തത് ഒരു വലിയ പോരാട്ടമാണ്. ഹാവായിലെ തന്റെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഒരു പെൻഡ്രൈവിൽ സൂക്ഷിച്ച ആയിരക്കണക്കിന് രഹസ്യരേഖകളുമായി അയാൾ ഹോങ്കോങ്ങിലേക്ക് പറന്നു. അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ഗാർഡിയൻ പത്രത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ആ രേഖകൾ കൈമാറി. ആ നിമിഷം മുതൽ എഡ്വേർഡ് സ്നോഡൻ എന്ന പേര് വൈറ്റ് ഹൌസിനെ വിറപ്പിക്കാൻ തുടങ്ങി. അമേരിക്ക അയാളെ ദേശദ്രോഹി എന്ന് വിളിച്ചു. എന്നാൽ ലാറ്റിൻ അമേരിക്കയും യൂറോപ്പും അയാളെ വിസിൽ ബ്ലോവർ എന്ന് വാഴ്ത്തി. ലോക നേതാക്കളുടെ ഫോണുകൾ പോലും അമേരിക്ക ചോർത്തുന്നുണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ നയതന്ത്ര ബന്ധങ്ങൾ തകർന്നു. അമേരിക്കൻ പാസ്പോർട്ട് റദ്ദാക്കപ്പെട്ട സ്നോഡൻ ഒടുവിൽ റഷ്യയിൽ അഭയം പ്രാപിച്ചു. ഇത് കേവലം ഒരു വ്യക്തിയുടെ പോരാട്ടമായിരുന്നില്ല, മറിച്ച് വ്യക്തി സ്വാതന്ത്ര്യവും രാജ്യസുരക്ഷയും തമ്മിലുള്ള ആഗോള രാഷ്ട്രീയ സംവാദത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ന് സ്നോഡൻ റഷ്യയിൽ കഴിയുന്നു. പക്ഷേ ഡിജിറ്റൽ ലോകത്തിന്റെ കാവൽക്കാരനായി അയാൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സ്വകാര്യതയാണോ അതോ സുരക്ഷിത ബോധമാണോ? സ്നോഡൻ ചെയ്തത് ശരിയോ തെറ്റോ? രാജ്യത്തെ വഞ്ചിച്ച ഒറ്റുകാരനാണോ അയാൾ, അതോ പൗരന്മാരുടെ സ്വകാര്യതയ്ക്ക് വേണ്ടി ജീവിതം ബലികൊടുത്ത വിപ്ലവകാരിയോ? ഈ ചോദ്യം ഇപ്പോഴും ലോകത്തിന് മുന്നിലുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ സുരക്ഷിതരല്ലെന്ന വലിയ പാഠം അയാൾ നമുക്ക് നൽകി. സിസ്റ്റത്തിനുള്ളിലിരുന്ന് സിസ്റ്റത്തെ തന്നെ തകർത്ത മനുഷ്യൻ. പക്ഷേ ഒന്നോർക്കുക, നിങ്ങളിപ്പോൾ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.